ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC നടത്തുന്ന എക്സാമിനേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ്. അത് ഏത് മാസത്തെയാണ്? മാർച്ച് 2019 2019 വർഷത്തിൽ മാർച്ച് മാസത്തിൽ ഏതൊക്കെ എക്സാംസ് ആണ് നടക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ 1-ാം തീയതിയിൽ ഒരു എക്സാം ഉണ്ട്. 1-3 മാർച്ച് 1-ന് തന്നെ ഒരു എക്സാം ഉണ്ട്. 1-ന് തന്നെ ഒരു എക്സാം അല്ല, കോമൺ എക്സാംസ് ആണുള്ളത്. ഒന്ന് ജൂനിയർ അനലിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ അതിൽ 343/2017 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 7:30 AM to 9:50 AM ആണ്. 9:15. ദെൻ സിലബസ് എന്ന് പറയുന്നത് അതിനകത്ത് മെയിൻ ടോപ്പിക് പാർട്ട് 1 ആയ ജനറൽ നോളജ്, കറണ്ട് അഫെയർസ് ആൻഡ് റിനേസൻസ് ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1.25 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ജൂനിയർ അനലിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്, അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ എന്താണ്? 343/2017 ആണ്. 2017 343ാമത്തെ നമ്പറായിട്ട് വിളിച്ചതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മറന്നു പോകാനൊന്നും ഇടയില്ല. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ അത് വേഗം തന്നെ മെസ്സേജ് വന്നില്ലെങ്കിലും പ്രൊഫൈൽ എടുത്ത് നോക്കുക. കൺഫേം ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഡിസംബർ 21 മുതൽ ജനുവരി 9 വരെയാണ് കൊടുക്കാനുള്ള ടൈം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. കാരണം അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റഡ് ആകില്ല എന്ന് ഓർക്കുക. അപ്പോൾ 9-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 16-ാം തീയതി അതിനുള്ള 16-ാം തീയതി ഫെബ്രുവരി 16-ന് ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആകുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അന്ന് തന്നെ നടക്കുന്ന മറ്റൊരു എക്സാമാണ് സാനിറ്ററി കെമിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് സാനിറ്ററി കെമിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കും ഇത് തന്നെയാണ് വരുന്നത്. സിലബസ് എന്ന് പറയുന്നത് 364/2017 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. അതും ആ ഒരു ഡേറ്റിൽ തന്നെയാണ്. അത് കോമൺ ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഇതിൻ്റെയും കൺഫർമേഷൻ നോക്കുക. ഇനി ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഫാക്ടറി NCA നോട്ടിഫിക്കേഷൻ. മുസ്ലിം വിഭാഗക്കാർക്ക് മാത്രമായിട്ട് വിളിച്ച ഒരു പോസ്റ്റാണിത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കോമൺ എക്സാംസ് 4 എക്സാമുകൾക്ക് കോമൺ ആയിട്ടാണ് വരുന്നത്. 4-5 എക്സാമുകൾക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു എക്സാമിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്തിരിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കണം. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. കെമിസ്ട്രി ബന്ധമായിട്ടുള്ളതാണ് കൂടുതലും വന്നിരിക്കുന്നത്. കെമിസ്ട്രിയാണ് ടെക്നിക്കലായിട്ട് ചോദിക്കുന്നതെന്ന് ഓർക്കുക. കൂടുതലായിട്ടും സയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഇതിൻ്റെ കാറ്റഗറി നമ്പർ 568/2017 ആണ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് 2-ാം തീയതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3 and 4 4 എക്സാമുകളാണ് കോമൺ ആയിട്ടുള്ളത്. അത് 21-ാം തീയതി മുതൽ 9-ാം തീയതി ജനുവരി 9-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ, അത് ഓർക്കുക. അടുത്തതാണ് മാർച്ച് 2-ന് നടക്കുന്ന LD ക്ലർക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് വരുന്നത്. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വരുന്നത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. ഓക്കെ, ഈ ഒരു എക്സാമിന് എല്ലാവർക്കും തന്നെ, കുറേ പേർക്ക് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ കൺഫർമേഷനുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി 221/2016 കാറ്റഗറിയിൽ അപ്പോൾ 221/2016 ആണ് ഇതിൻ്റെ കാറ്റഗറി. പലരും ചോദിക്കുകയുണ്ടായി, കാരണം ഇത് 2016 വിളിച്ചതാണ്. 2 വർഷം കഴിഞ്ഞു. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ
ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LDC സിലബസ്, സാധാരണയുള്ള LDC സിലബസ് തന്നെയാണ് വരുന്നത്. സോ +2 ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഇതിന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 1:30 PM മുതൽ 3:15 PM വരെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സാറ്റർഡേ. 2-ാം തീയതി, മാർച്ച് 2-ാം തീയതിയാണ് എക്സാം എന്ന് പറയുന്നത്. 1:30-ക്കാണ് എക്സാം. അതിൻ്റെ സിലബസ് നോക്കുക. സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് GK, കറണ്ട് അഫെയർസ് റിനൈസൻസ് പാർട്ട് 1, പിന്നെ പാർട്ട് 2 സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ദെൻ പാർട്ട് 3 ഈസ് ജനറൽ ഇംഗ്ലീഷ്, ദെൻ പാർട്ട് 4 റീജിയണൽ ലാംഗ്വേജ്, മലയാളം, തമിഴ് ഓർ കന്നഡ. അത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളവർക്ക് അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. 1 to 4 എന്ന് പറയുന്നത് മലയാളത്തിൽ കൊടുത്തവർക്ക് മലയാളത്തിലും തമിഴിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ജനറൽ ഇംഗ്ലീഷ് മാത്രമാണ് എന്തിൽ കൊടുത്തിട്ടുണ്ടാവുക, ഇംഗ്ലീഷിനെ കൊടുത്തിട്ടുണ്ടാവുക. ബാക്കി എല്ലാം മലയാളത്തിലായിരിക്കും, മലയാളം മീഡിയത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു എക്സാം എഴുതുന്നവർക്കും 21-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം, അതുകൂടി ഓർക്കുക. അപ്പോൾ അന്ന് തന്നെ SC/ST-കാർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, ST-കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഈ സെയിം ഡിപ്പാർട്ട്മെൻറ്റിട്ടുള്ളത് നടത്തുന്നത് ഈ സെയിം എക്സാം തന്നെയാണ്. അവരും ശ്രദ്ധിക്കുക. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ടും അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ എക്സ് സർവീസ്മെൻറ്റിന് മാത്രമായിട്ടും ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പല പല കാറ്റഗറി നമ്പറിലാണ് കിടക്കുന്നത്. പക്ഷേ ഇത് സെയിം ഡേറ്റിൽ സെയിം എക്സാം ആയിട്ടാണ് നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC, ST വേരിയസ് അങ്ങനെയും ഉണ്ട്. അതും ഈ ഒരു എക്സാം തന്നെയാണ്. ഈ 5, 6, 7 and 8 ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 4 എക്സാമുകൾക്ക് അത് കോമൺ എക്സാമാണ്. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. മാർച്ച് 8-ാം തീയതിയാണ് അടുത്തൊരു എക്സാം. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുണ്ട്. ആ എക്സാം എന്ന് പറയുന്നത് ഹിന്ദി ടീച്ചറിൻ്റെയാണ്. ജനറൽ എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഫ്രം SC, ST ഓൺലി. ഇതിൽ സിലബസ് എന്ന് പറയുന്നത് GK, കറണ്ട് അഫെയർസ് റിനൈസൻസ്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. കൊല്ലം ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഹിന്ദി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിലും, സെക്കൻഡ് പാർട്ട് ഹിന്ദിയിലും ആയിരിക്കും. പിന്നെ ഇത് 8-ാം തീയതിയാണെന്ന് പറഞ്ഞു, രാവിലെ. അതൊരു ഫ്രൈഡേ ആണ്, അതുകൊണ്ട് രാവിലെയാണ് എക്സാം. 7:30 മുതൽ 9:15 വരെയാണ് എക്സാം എന്ന് ഓർക്കുക. സോ ഇവർക്കും ഈ ഒരു ടൈമിൽ തന്നെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതും, അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതും. ഇനി ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് കാണിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒപ്പം ചെയ്യാം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.